ഇത്തരത്തിൽ ഇന്ന് നമ്മളോട് ഇവിടെ സംസാരിക്കാൻ അല്ലെങ്കിൽ സംവദിക്കാൻ ചേർന്നുള്ളത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അധ്യാപകരും വിമർശകരും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ ശോഭ KS മാഷാണ്. രസദുരിതം ഉപേക്ഷിക്കുക, 25 അധിനിവേശ രാഷ്ട്രീയ കഥകൾ, വാസവദത്ത ബഹുപഠനം നിർമ്മിക്കുകയാണ്. അതുപോലെ എംഎൻപിയുടെ രോഗങ്ങൾ, ആഗോളീകരണ കാലത്തെ കുറ്റകൃത്യന്മാരും ചൂലും ചുംബനവും, രാത്രി കവിതാ വിമർശനം, ഫാസിസ്റ്റ് വിരുദ്ധ സമരങ്ങളുടെ ഫാസിസ്റ്റ് സ്വഭാവവും, ഭോഗം മുതലാളിത്തവും, വിത്തുകട നിർമ്മിതിയും, ഉത്രാധുനികതയും, നവോത്ഥാനാധുനികതയും, വ്യവസായികാധുനികതയും, സാഹിത്യചിന്ത, അതുപോലെ തന്നെ പൂന്താനവും ദുരന്ത മുതലാളിത്തവും തുടങ്ങിയ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട പുസ്തകമടക്കം മലയാള സാഹിത്യത്തിന് ഒട്ടനേകം സംഭാവന നൽകിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശോഭ KS മാഷാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം ഇവിടെ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ആണത്തം എന്ന വിത്ത്. ഒരുപാട് സംവാദങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കാര്യപ്രസക്തമായുള്ള വിഷയമാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മോട് ഇവിടെ സംസാരിക്കാൻ വന്ന, നമ്മോട് സംബന്ധിക്കാൻ വന്ന ഡോക്ടർ ശോഭ KS മാഷെ ആർക്കം സയൻസ് ഫോറത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആർദ്രവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗവേഷകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിഷയാവതരണത്തിനായി ശോഭ മാഷിനെ ആർദ്രവമായി ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, ശ്രീശാന്ത് പറഞ്ഞ പോലെ ഒരു വലിയ വിഷയാവതരണമൊന്നുമില്ല. ഷാലു എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഈ ജ്ഞാനഭാഷ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാസിക നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ എഡിറ്റോറിയലിൻ്റെ പേരാണ് ഈ അണത്തം എന്ന മിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ വിഷയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഓൺലൈനിൽ ലഭ്യമാണ്. അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ നസ്ല ഉണ്ട്. നസ്ല എവിടെ എത്തിയിട്ടുണ്ടോ? നസ്ല ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും റസ്ല, അതെ റസ്ല ഉണ്ട്, നമ്മൾ എഡിറ്റോറിയൽ ബോർഡിലുണ്ട്. അപ്പോൾ റസ്ലയ്ക്ക് എന്തെങ്കിലും നിങ്ങളുടെ സംഭാവനകൾ, കവിതയോ ഒക്കെ ആവാം, വിമർശനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചാൽ നമുക്കതിൽ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. പിന്നീട് ഷാലുവിൻ്റെ ഗൈഡ് രാജേന്ദ്രൻ മാഷ് എന്നോട് ഞാൻ ചോദിച്ചു, അവിടെ നിങ്ങൾ എന്താണ് പ്രോഗ്രാം എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ മാഷ് പറഞ്ഞു, അവിടെ റിസർച്ച് കുട്ടികളാണ്, നിങ്ങളവിടെ ചെന്ന് ആണത്തം എത്തൊന്നും പറയണ്ട, മറിച്ച് ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് എന്ത് പറയണമെന്നുള്ള നിശ്ചയമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് സമയത്തും, ഇപ്പോൾ ശ്രീശാന്ത് പറഞ്ഞ പോലെ ഒരു സംവാദം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഏത് സമയത്തും നമുക്ക് ഇടപെട്ട് സംസാരിക്കാൻ പറ്റും. ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പല കോളേജുകളിലും പല യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. എൻ്റെ തന്നെ ഒരു പുസ്തകം, ഇപ്പോൾ പറഞ്ഞതിലൊരു പുസ്തകം ഇവിടെ റിലീസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാവണമെന്നില്ല, വളരെ മുമ്പേ വളരെ ആക്റ്റീവായിട്ടുള്ളതാണ്. നിങ്ങൾ സ്വന്തം നിലയിൽ ഇത് സംഘടിപ്പിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിൽ. എന്തായാലും നിങ്ങൾക്ക് റിസർച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയണമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. ഇതിൽ ഇപ്പോൾ ഈ ആണത്തം എന്ന് പറയുന്ന മിത്ത് എന്ന് പറഞ്ഞ ആ ലേഖനം, ആ ഒരു കുറിപ്പ് എഴുതുന്നത് തന്നെ എനിക്ക് അവിടെ പഠിപ്പിക്കാനുള്ളൊരു പേപ്പർ ജെൻഡർ സ്റ്റഡീസ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, സാധാരണ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ് എന്നാണ് നമ്മൾ കരുതുന്നത്? പറയും നിങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നും ചോദിക്കരുത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകണം അല്ലേ. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്? എന്താണ് പറ
ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലേ? അതാണ്. ആർക്ക് വേണ്ടി എന്നുള്ളത് മാത്രമാണ് അതിലെ ചോദ്യം. കറക്റ്റാണ് അല്ലേ? നമ്മുടെ പെരുമാറ്റങ്ങളെ മെച്ചപ്പെടുത്തുക അല്ലെ, നമ്മളെ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ എക്കാലത്തെയും ലക്ഷ്യം. വളരെ ശരിയായ അല്ലേ ഒരു നിലപാടാണ്. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു വിഷയം. നമ്മുടെ ഏത് കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാലും അത് ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മുമ്പ് നമുക്കുണ്ടായിരുന്ന ഒരു പഠനം എന്ന് പറയുന്നത്, ഒരു ഉദാഹരണം ആയുധ പരീക്ഷ എന്ന് പറയുന്നതാണ് അല്ലേ? മഹാഭാരതത്തിലേക്ക് ആയുധ പരീക്ഷയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതിനർത്ഥം ഒരു പഠനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വിഷയം ആയുധ പരിശീലനം ആയിരുന്നു അല്ലേ? ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു അത്? ആയുധ പരിശീലനം സ്വാഭാവികമായിട്ടും ഒരു സൈന്യത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അത് സ്വാഭാവികമായും അന്നത്തെ ഒരു ഭരണകൂടത്തിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ കാലഘട്ടത്തിലും. ഇപ്പോൾ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ വരുമ്പോൾ ആ ഭരണകൂടത്തിനൊരു വ്യത്യാസം വരുമ്പോൾ വിദ്യാഭ്യാസത്തിൽ വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാലത്തും ഒരു ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടത് സ്വാഭാവികമായും വളരെ യാഥാസ്ഥിതികമായിരിക്കും. നമ്മൾ വിപ്ലവമാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പക്ഷേ അതിലൊരു വിപ്ലവം ഉണ്ടാവുകയില്ല അല്ലേ? ഇപ്പം നിങ്ങൾ ഒരു എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്. അതായത് നിങ്ങൾ 1-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന് പറയും അല്ലേ? പണ്ട് പല ആശയങ്ങളും പഠിച്ചതുപോലെ തന്നെ പഠിക്കുന്നതാണത്. പണ്ട് ഒരു ആശയം പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നിഷ്കാമകർമ്മം കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്നുവെച്ചാൽ എന്താണ്? നമ്മൾ കർമ്മം ചെയ്യുക അല്ലേ, അതിൻ്റെ ഫലം ഉപേക്ഷിക്കുക എന്ന് പറയും. നല്ല ആശയമാണ്. ആർക്ക് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം അല്ലേ? ഈ ആശയം എന്തിനു വേണ്ടി പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നല്ല ആശയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് ചരിത്രത്തിൽ അത് ഉപയോഗപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു? അതായത് കർമ്മങ്ങൾ ചെയ്യുന്നു, ഫലം ഉപേക്ഷിക്കുന്നു അല്ലേ? പാടത്ത് പണി ചെയ്യുന്നു, അതിൻ്റെ ഫലം എവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്നു? ജന്മിയുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു അല്ലേ? ചില മൂല്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചാൽ മതി, നമ്മൾ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. എവിടെ കൊണ്ട് ഈ കാര്യം ആര് ചെയ്തോളും? ജനങ്ങൾ ചെയ്തോളും അല്ലേ? ഈ പലപ്പോഴും മൂല്യങ്ങൾ വഴി അല്ലേ? ഇതിനൊക്കെ പല ടേമുകളും അല്ലേ, ഈ പറഞ്ഞ പോലെ ഈ കീവേഡ്സും ഇതിനകത്ത് കടന്നു വരുന്നതാണ് അല്ലേ? നമ്മൾ പറയുന്ന ഈ ഹെജിമണി എന്ന് പറയുന്ന സങ്കല്പം, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന സാധനങ്ങളാണ്. നമ്മളൊരു സാംസ്കാരികമായ ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിർമ്മിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളൊരു ഉപാധിയായിട്ട് വിദ്യാഭ്യാസം മാറാറുണ്ട്. അതുപോലെ നിങ്ങൾ 1-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരാശയമാണ് ഈ ജലം അമൂല്യമാണെന്ന് പറയുന്ന ഒരാശയം. അത് എഴുതി പോസ്റ്റർ ഒട്ടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ജലം അമൂല്യമാണ്, പാഴാക്കരുത്. പോസ്റ്റർ എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? പോസ്റ്റർ കണ്ടിട്ടില്ലാത്തവരെങ്കിലും ഉണ്ട് അല്ലേ? ഇല്ലാതിരിക്കുമല്ലോ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ആശയം പഠിച്ചത് നമ്മൾ? ജലം അമൂല്യമാണ്, അത് എന്ത് ചെയ്യരുത്? പാഴാക്കരുത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വെള്ളം നമ്മളിവിടെ ഇരിക്കുന്നു, ഇതെടുത്ത് തറയിൽ ഒഴിക്കരുത് അല്ലേ? എന്തുകൊണ്ട് ഒഴിക്കരുത്? ഇവിടെ വെള്ളം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അതെങ്ങനെ പാഴാവും? നമ്മൾ വെള്ളം ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങനെ പാഴാവുന്നില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ആന്ത്രോപോസെൻട്രിക് എന്ന് പറയുന്ന മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള ആശയമൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. മറിച്ച് ഭൂമി കേന്ദ്രിതവും പ്രകൃതി കേന്ദ്രിതവും, അതൊക്കെയാണ് ഇക്കോക്രിറ്റിസം നിങ്ങൾ പഠിക്കുന്ന സാധനങ്ങൾ അല്ലേ? അപ്പോൾ ഭൂമിയിലേക്ക് നമ്മൾ വെള്ളം എടുത്ത് ഭൂമിയിൽ തന്നെ ഒഴിക്കുന്നത് എങ്ങനെയാണ്? പാഴാവുന്നു എന്ന് പറഞ്ഞൊരു സങ്കല്പം. അപ്പോൾ ഇത് നല്ല മൂല്യങ്ങളായിട്ട് പഠിക്കുന്നു. ഇത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ ഞാൻ ചോദിച്ച പോലെ, ഞാൻ ഇപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരുന്നു അല്ലേ? ഈ വെള്ളം പാഴാക്കാൻ പറ്റില്ല എനിക്ക്. കാരണം എന്ത്? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ടാണ്. അതായത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു വസ്തുവാണ് വെള്ളം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു മുദ്രാവാക്യം നമ്മൾ പഠിക്കുന്നത്. അമൂല്യമാണ്. എപ്പോൾ? പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അല്ലേ? അങ്ങനെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മുദ്രാവാക്യം ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വെള്ളം വില കൊടുത്ത് വാങ്ങാവുന്നതാണ് എന്ന് നമ്മൾ അംഗീകരിക്കും. അതാണ്. ഇപ്പോൾ ഞാൻ പട്ടാമ്പിയിലൊക്കെ കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് വരുന്ന സമയത്തൊക്കെ, ആദ്യം വരുന്ന സമയത്ത് ഈ വെള്ളമൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, വെള്ളം ഹോട്ടലിൽ നിന്നും കുടിക്കില്ല. എന്തു ചെയ്യും? കാരണം വളരെ അമൂല്യമായിട്ടുള്ളൊരു വസ്തുവല്ലേ. നമ്മൾ ഹോട്ടലിൽ നിന്ന് തരുന്നതിൽ പ്രത്യേകിച്ച് രോഗാണുക്കളൊക്കെ കാണില്ലേ? നമ്മൾ പരസ്യങ്ങളിൽ ലോകം നിറയെ രോഗാണുക്കളെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കില്ല, എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു കുടിക്കും. പിന്നെ ഒരു മാസം 20-25 ആകുമ്പോൾ നമ്മളെ പൈസയൊക്കെ തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ അന്തസ്സായിട്ട് അങ്ങ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കും. അപ്പോൾ ഇത് പൈസ ഉണ്ടെങ്കിൽ അത് ചിലവഴിച്ചേ പറ്റുള്ളൂ. അതിന് കാരണം വെള്ളം അമൂല്യമാണ് എന്ന് പറയുന്നതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. അതായത് നമ്മുടെ ഈ ആശയങ്ങളെ നിർമ്മിച്ചെടുക്കുന്നു, നമ്മൾ വിപ്ലവകരമായ ആശയങ്ങളെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ എത്തുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ ഗവേഷണം ചെയ്തു തുടങ്ങുന്നത്. അല്ല, നമ്മുടെ ആശയങ്ങളുടെയും പാഠ്യപദ്ധതിയുടെയൊക്കെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണം. നമ്മൾ മേഘങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ പരുന്ത് സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന പോലെ, എന്നാൽ ഭൂമിയിലെ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിനും മുകളിൽ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊക്കെ നിരന്തരം ഉദ്ധരിക്കുന്ന ഈ ഫ്രെഡറിക് ജെയിംസനൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. സംസ്കാരങ്ങൾ അല്ലെ വളരെ സംഘർഷവും പരിവർത്തനാത്മകവും എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് യൂണിവേഴ്സിറ്റികളുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഈ സംസ്കാരം ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നതാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ധർമ്മം, അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാവുന്ന ഒരു പ്രസ്താവനയാണ് അതിൽ നടത്തുന്നത്. അല്ലെ, ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ്. സംസ്കാരത്തെ ശേഖരിച്ച് വെക്കുന്ന ഒരു ദൗത്യമാണ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്നതെന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? നമ്മൾ വിത്തുകൾ ശേഖരിച്ച് വെക്കുന്നത് പോലെ, അല്ലേ, വിത്തുകൾ ശേഖരിച്ച് വെക്കുന്നു. പക്ഷേ അത് ഒരാൾക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ നമുക്ക് വേവിച്ചത് കഴിക്കാം, അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കാം. പക്ഷെ നട്ടുപിടിപ്പിക്കുമ്പോൾ മാത്രം എന്തിനു മൂല്യമുള്ളൂ? ആ വിത്തിന് മൂല്യമുള്ളൂ, ഇല്ലെങ്കിൽ അതിന് മൂല്യമില്ല. അപ്പോൾ അത് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സംസ്കാരങ്ങളുടെ സമാഹരണം മാത്രമാണ് നമ്മൾ പാഠ്യപദ്ധതികളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ നടക്കുന്നത്. മറിച്ച് അതിനുമേൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് അല്ലെങ്കിൽ വളർന്നു വരുന്നത്. അല്ലെ, അതിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴാണ് അതൊരു ആശയമായിട്ട് അല്ലെങ്കിൽ ഒരു അറിവായിട്ടത് മാറുന്നത് എന്നുള്ളതാണ്. ഇതിന് രണ്ട് വഴികളാണ് ഈ അറിവിനെ നിർമ്മിക്കാനുള്ള രണ്ട് വഴികൾ. ഒന്ന് സംവാദമാണ്. അല്ല, ഈ പ്രഭാഷണം ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ പ്രഭാഷണം അല്ല, മറിച്ചതൊരു ചോദ്യോത്തരങ്ങളിലൂടെ മാത്രം നിർമ്മിക്കപ്പെടുന്നതാണ് അറിവ്. അതാണ് ക്ലാസ് റൂം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിത്തുകൾ മാത്രമേ കാണുള്ളൂ, അല്ലെ, അതിന് ചെടികളില്ല. പിന്നെ ഒന്നാണ് ഗവേഷണം. അതുകൊണ്ടാണ് അത് ഈ പറയുന്ന ഉയർന്ന ഒരു അറിവ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം എന്ന് നമ്മൾ ഗവേഷണത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അതിൽ നിന്നാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീശാന്ത് വിഷയം പറഞ്ഞപ്പോൾ ശ്രീശാന്ത് പറഞ്ഞു, അല്ലെ, തൻ്റെ തീസിസ് എന്ന് പറയുന്നത് അല്ലെ കഥകളിൽ ഗോളി പ്രത്യക്ഷപ്പെടുന്നു, അല്ലെ, ഇന്ത്യയിൽ ഫുട്ബോൾ ഒരു പ്രധാന ഘടകമല്ല, പക്ഷേ ഇന്ത്യൻ എഴുത്തുകാർ എന്തുകൊണ്ട് ഈ ഫുട്ബോൾ ഉപയോഗിക്കുന്നു, ഫുട്ബോൾ എന്ന് പറയുന്നൊരു പ്രതീക കൽപ്പന ഉപയോഗിക്കുന്നു എന്നൊക്കെ അങ്ങനെ ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അല്ലേ, അതിൻ്റെ മുകളിൽ നമ്മൾ ചോദ്യങ്ങൾ നിർമ്മിക്കുമ്പോഴാണ് അറിവുകൾ കണ്ടെത്തുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഈ ഒരു ആമുഖമായിട്ട്, അതായത് നമ്മളൊരു വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം കണ്ടുപിടിക്കുന്നത്, എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഗവേഷണത്തിൽ നമ്മൾ സാധാരണ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എഴുതുന്നത് എന്താണ്? ഇതി സമാപ്തം എന്ന് പറഞ്ഞ നാടകത്തിലൊക്കെ പണ്ട് എഴുതുമായിരുന്നു, അല്ലേ? ഇതിലെന്താണ് എഴുതുന്നത്? ഉപസംഹാരം, നിഗമനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഴുതും, അല്ലേ? നിഗമനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന സാധനങ്ങളെ നമ്മൾ എഴുതുന്നതിനെയാണ് നിഗമനങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ സയൻസിനെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ, അതായത് നമുക്കൊരു ആവശ്യം, ഇപ്പോൾ മൃഗങ്ങൾക്ക് പ്ലെയിൻ ഇല്ല, അല്ലേ? മൃഗങ്ങൾക്ക് നല്ല വേഗത്തിൽ, നമ്മളെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും, പക്ഷികൾക്ക് പറക്കാൻ കഴിയും. പക്ഷേ മനുഷ്യന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മനുഷ്യനൊരു ആവശ്യമുണ്ട്, പെട്ടെന്ന് എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തൻ്റെ പരിമിതികൾ അതിജീവിക്കാൻ വേണ്ടി, അല്ലെ, നമുക്ക് ആവശ്യങ്ങൾ, യഥാർത്ഥത്തിൽ ഇപ്പോൾ പണ്ട് അരിസ്റ്റോട്ടിലൊക്കെ പറയുന്ന ഒരു തിയറിയുണ്ട്, ഈ ആവശ്യങ്ങളും പരിമിതികളിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നത് എന്നാണ്. നമുക്ക് ആവശ്യമുണ്ട്, അല്ലേ, പക്ഷേ നമുക്കതുകൊണ്ട് പറ്റുന്നില്ല. നമുക്ക് ഗൾഫിലെത്തേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് എത്തേണ്ട ആവശ്യമുണ്ട്, പക്ഷേ നമുക്ക് പറക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള വഴി നമ്മൾ അന്വേഷിക്കും, അല്ലേ? നമ്മൾ ഗവേഷണത്തിൽ അന്വേഷിക്കുന്നത് അതാണ്, ഒരു വഴി നമ്മൾ അന്വേഷിക്കും. നമ്മൾ ഈ നോക്കും എങ്ങനെയാണ് ഈ പറക്കുന്നത്. അപ്പോൾ ഒരു പേപ്പർ പറന്ന് വീഴുന്നു, ഒരു ഇല ഇങ്ങനെ വീഴുന്നു, പക്ഷി പറക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കും, ഡേറ്റകൾ നിരീക്ഷിക്കും, അല്ലേ? എന്നിട്ട് അതിലൊരു പൊതു തത്വം കണ്ടുപിടിക്കും, എങ്ങനെയാണ് പറക്കുന്നത്, അല്ലെ? ചിറകടിക്കുമ്പോഴത്തേക്ക് വായു താഴേക്ക് പോകുന്നു, അങ്ങനെ മുകളിലോട്ട് സഞ്ചരിക്കുന്നു, അല്ലെ? ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു പ്രക്രിയ, പണ്ട് അല്ലെ ക്രിയയുടെ അനുകരണം എന്നൊക്കെ പണ്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു പ്രോസസ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവേഷണത്തിലൂടെ കണ്ടുപിടിക്കുന്ന ഒരു സാധനം ഒരു പ്രോസസ്സാണ്, ഒരു തത്വമാണ്. അതുകൊണ്ടാണ് ഫിലോസഫി എന്ന് പറയുന്ന PhD എന്ന് പറയുന്നത്, അല്ലെ, ഫിലോസഫി ഓഫ് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് എല്ലാ ഗവേഷണത്തിനും പറയുന്നതാണ്. ഒരു തത്വം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ന്യൂട്ടൺ എങ്ങനെ കണ്ടുപിടിക്കുന്നു? അല്ല, തലയിൽ ആപ്പിൾ വീണെന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ ഉണ്ടല്ലോ, അല്ലേ? അത് കഥയായാലും എന്തായാലും ഈ പറയുന്ന പല കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് അയാൾ ഒരു തിയറി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
അത് ആപ്പിളിനെ സംബന്ധിച്ച് മാത്രമല്ല ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചും ഒക്കെ എന്തായിട്ട് വരും, അത് പ്രസക്തമായിട്ട് വരും. അതായത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത് പിന്നീട് പലതിനും അപ്ലൈ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഗവേഷണത്തിൽ തുടർ പഠനം എന്ന് പറഞ്ഞൊരു സംഭവം എഴുതൂലേ നിങ്ങൾ. തുടർ പഠന സാധ്യത ഇല്ലാത്ത ഗവേഷണം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ്. തുടർ പഠന സാധ്യത എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് സയൻസിൻ്റെ കണ്ടുപിടുത്തമായാലും ഇപ്പോൾ മലയാളം ആയാലും ഏത് വിഷയമായാലും നമ്മളൊരു തത്വം കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കൊറോണ സമയം അല്ലേ, കൊറോണ സമയം വരുന്ന സമയത്ത് ഞാനൊരു ലേഖനത്തിന് വേണ്ടി ഞാൻ അത് ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അല്ലേ, അത് എന്താണ്, മൊബൈൽ യക്ഷികൾ OTT ഇടവഴികളിൽ എന്നും പറഞ്ഞ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലേഖനം എഴുതാനുള്ളൊരു പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊറോണ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് OTT റിലീസുകളാണ് സിനിമയിൽ അല്ലേ, OTT റിലീസുകൾ കാണുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ പല പ്രമേയങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ കാണുന്നത് യക്ഷി പ്രമേയങ്ങളാണ്. മാത്രമല്ല അത് ഉപകരണങ്ങൾ യക്ഷികളായിട്ട് മാറുന്നതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ സമയം അല്ലേ? ഉപകരണങ്ങൾ യക്ഷികളായിട്ട്, ഇപ്പോൾ മൊബൈൽ ക്യാമറ, ചില ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇതൊക്കെ യക്ഷികളായിട്ട്. അപ്പോൾ നമ്മൾ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. പണ്ട് അല്ലേ പെണ്ണ് യക്ഷിയായിട്ട് വരുന്നതിന് പകരം എന്ത് വരുന്നു, ഫ്രിഡ്ജ് അല്ലേ, ഫ്രിഡ്ജൊക്കെ യക്ഷിയായിട്ട് വരുന്നു. എന്താണ് അല്ലേ, ഉപകരണങ്ങൾ വളരെ വിചിത്രമായിട്ടുള്ളൊരു സാധനമല്ലേ, നമ്മൾ ഞെട്ടിപ്പോകുന്ന സാധനമാണ്. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് നമ്മൾ നമുക്ക് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു തത്വം അതിൽ നിന്ന് കിട്ടും. അല്ലേ, ഇപ്പോൾ യക്ഷികളുണ്ടാവുന്നത് എങ്ങനെയാണ് യക്ഷികളുണ്ടാവുന്നത്? എങ്ങനെ ഇത് പല വേർഷൻ നമുക്കതിനെ പറയാം. എങ്കിലും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഒരു കാലഘട്ടത്തിലെ സ്ത്രീ സങ്കല്പമാണ് ഈ യക്ഷികളെ നിർമ്മിച്ചെടുത്തത്. ഇന്ന് പഴയ യക്ഷികളൊന്നുമില്ല. ഇന്ന് ഈ പറയുന്ന സാരി ഉടുത്ത് വരുന്ന യക്ഷികളില്ല. ജീൻസോ ഒക്കെ വേറെ വേഷങ്ങളിലൊക്കെ വരുന്ന അല്ലേ, ടോപ്പും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പഴയ യക്ഷികൾ ഉണ്ടാവാനിടയായ ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. നമുക്ക് ഭയം ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ഒരു അധികാരമുണ്ട് എന്ന് പറയുന്ന ഒരു കണ്ടെത്തലിലേക്ക് അത് നയിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ തത്വമാണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു പെണ്ണെന്ന് പറയുന്നത് വളരെ വിശുദ്ധയായ ഒരു വസ്തുവാണ് എന്ന് ഒരു സാമൂഹിക മനസ്സിലെ ഒരാൺ സാമൂഹിക മനസ്സ് വിശ്വസിച്ചാൽ അയാൾക്ക് യക്ഷി ഭയം ഉണ്ടാവും. എന്നുവെച്ചാൽ വളരെ വിശുദ്ധയായ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, വിശുദ്ധ എന്ന് പറഞ്ഞാൽ ആരും തൊട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത അല്ലേ സ്ത്രീ എന്ന് പറയുന്നത്, കാവ്യജന്തു എന്നാണ് ചങ്ങമ്പുഴ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്. കാവ്യത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു വിചിത്രമായ വസ്തുവാണ് സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ആഖ്യാനങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു വിചിത്രമായ അല്ലെ, ഇപ്പോൾ മൂടി പുതച്ച് പോകുന്ന, മറക്കുടയ്ക്കുള്ളിൽ ഇരിക്കുന്ന സ്ത്രീ, അങ്ങനെ വളരെ വിശുദ്ധയായ ഒരു സ്ത്രീ ഉണ്ടെന്ന് നമ്മൾ കരുതിയാൽ റോഡിൽ നടന്നു പോകുന്ന സ്ത്രീ എന്തോ പ്രശ്നമുള്ള സ്ത്രീയാണ് എന്ന് നമുക്ക് തോന്നും. ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ മനഃശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. ഇനി ആ റോഡിലൂടെ നടന്നു പോകുന്നത് രാത്രിയാണ് നടന്നു പോകുന്നതെങ്കിലോ കുറേ കൂടെ പ്രശ്നമാണ്. ഇനി രാത്രി മുടിയഴിച്ചിട്ടിട്ടാണ് നടന്നു പോകുന്നതെങ്കിലോ കുറേ കൂടെ പ്രശ്നം വരും. ഇനി രാത്രി മുടിയഴിച്ചിട്ട് പാട്ടും പാടിയാണ് പോകുന്നതെങ്കിൽ യക്ഷിയായിട്ട് എന്ത് ചെയ്യും, മാറും അല്ലേ. അങ്ങനെയാണ് ആ യക്ഷി സങ്കല്പം വരുന്നത്. അതായത് നമ്മുടെ സ്ത്രീ അനുഭവങ്ങളെല്ലാം തന്നെയും ഇങ്ങനെ മൂടിപ്പൊതച്ച് അല്ലേ ഈ മറക്കുടക്കുള്ളിൽ വെച്ചിരിക്കുന്ന ഒരു സാമൂഹിക സങ്കല്പത്തിൽ, മനഃശാസ്ത്ര സങ്കല്പത്തിൽ ആണ് യക്ഷി ഉണ്ടായി വരുന്നത്. നമുക്ക് വേറെ അത് സെക്സുമായിട്ടും മറ്റു പലതുമായിട്ടും ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. അന്നത്തെ ആ സ്ത്രീ സാന്നിധ്യത്തിന് പകരം നമ്മൾ പിന്നെ കാണുന്നത് ഈ ഉപകരണങ്ങളാണ് അല്ലേ, ക്യാമറ പോലുള്ള ഉപകരണങ്ങൾ. ക്യാമറ എന്ന് പറയുന്നത് ഒരു പ്രതീകമായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ, ഉപകരണം, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള എല്ലാം അല്ലേ ഒരു ഉപകരണമായിട്ട് എടുത്താൽ ക്യാമറയുടെ കാലമാണത് പിന്നീട് വരുന്നത് അല്ലേ. ക്യാമറ പ്രധാനമായിട്ട്, ക്യാമറയാണ് എല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നാൽ കാണിച്ചു തരികയും ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ല, ഒരു അധികാരമായിട്ട് മാറുന്നു. ഇന്ന് നമ്മൾ ആരെങ്കിലും ദൈവത്തെ പേടിച്ച് എന്തെങ്കിലും ചെയ്യാതിരിക്കുമോ? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ചപ്പ് ചവറിടരുത്, ദൈവം കോപിക്കും എന്ന് എഴുതി വെച്ചിരുന്നാൽ നമ്മൾ ഇടൂലേ? കുറച്ച് കോപിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ചപ്പ് ചവറിവിടെ ഇടും എന്നാണ്. അതേസമയം നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നെഴുതിയിട്ടാലോ പേടിക്കും അല്ലേ. കാരണം ദൈവത്തെ നമുക്ക് പേടിയില്ലെങ്കിലും ക്യാമറയെ നമുക്ക് പേടിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ആധിപത്യം ഉണ്ടായി വരുന്നതാണ്. ഒരു ടെക്നോ ക്യാപിറ്റലിസത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഉപകരണങ്ങളുടെയും ഈ ഡിജിറ്റൽ അല്ലെ പിന്നെ ഇതിൻ്റെയും ഒരു കാലമാണ്. അതാണ് മൊബൈൽ ഫോൺ യക്ഷിയാവുന്നത് എന്തുകൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇല്ല നമ്മളെല്ലാം നമ്മളിപ്പോൾ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് ക്യാമറാമാൻ നമ്മൾ കല്യാണം കാണാൻ പോയി ഇരിക്കുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്?
അതാണ് ഞാൻ പിന്നെ ഒരു പിൻഭാഗം എന്ന് പറയാനായിട്ട് ഒരുങ്ങിയതാണ്. അപ്പോൾ അല്ലേ, ക്യാമറാമാൻ്റെ അല്ലേ പിൻഭാഗം കാണാനാണ് നമ്മൾക്ക് വിധി എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറയും, നമുക്കൊരു പ്രശ്നമില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിനെ മറച്ചുകൊണ്ട് അല്ലെ, ഇവിടെ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വയലൻ്റ് ആവണം അല്ലേ, അതായത് അല്ലെങ്കിൽ ഞാൻ വയലൻ്റ് ആവും. പക്ഷേ ഇത് രണ്ടുപേരും വയലൻ്റ് ആവുന്നില്ല. കാരണം നമുക്കറിയാം അല്ല, നമ്മൾക്ക് അറിയാം ഈ ക്യാമറയിൽ പിന്നീട് നമുക്ക് എന്ത് കാണാം? വേണമെങ്കിൽ കല്യാണം കാണാം. കല്യാണമല്ല ഊടാണ് പ്രധാനമെന്ന് നമുക്കല്ലെങ്കിലും അറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്കത് കാണാം എന്നാണ് പറയുന്നത്. ഇനി പിന്നെ ആരെങ്കിലും കാണുമോ? ഇല്ല. ഇനി അഥവാ കാണുകയാണെങ്കിൽ ആര് കാണും? ഈ ചെറുക്കനും പെണ്ണും കൂടെ ഇരുന്ന് കാണും, ഒറ്റയ്ക്ക് ഇരുന്ന് കാണും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മാത്രം ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ തന്നെ അത് ഭൂതകാലമായി മാറും, കഴിഞ്ഞുപോയ സംഭവം അല്ലേ. ക്യാമറയിൽ ഈ ക്യാമറാമാൻ്റെ പിൻഭാഗം കാണാമെന്ന് പറയുന്ന സമയത്ത് നമ്മളത് ഭാവിയിൽ കാണാമെന്ന് വിചാരിക്കുകയും അത് ക്യാമറയിലൂടെ കാണുമ്പോൾ അത് ഭൂതത്തിൽ ആയി മാറുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് ഇല്ലാതായി മാറും എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. വർത്തമാനകാലം ഇല്ല നമുക്ക്, അതാണ് പറയുന്നത് അല്ല. നമ്മൾ അല്ലോ ഒരു സ്ത്രീ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അവളുടെ പ്രസൻറ്റ് നഷ്ടപ്പെടുന്നു എന്നാണ് അതിനർത്ഥം. അതുപോലെ നമ്മൾ ഇന്നത്തെ ഞാൻ പറഞ്ഞു വരുന്ന റോള് അതാണ്. ക്യാമറയാണ് അതിൻ്റെ റോൾ നിർവഹിക്കുന്നത് അല്ലേ. പുരോഹിതൻ പറഞ്ഞാണ് പണ്ട് കല്യാണമൊക്കെ നടത്തുന്നത്, കൈ പിടിച്ച് വെച്ച് കൊടുക്കുന്നത് അല്ലേ, പിടിച്ച് കാലിൽ വീഴും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നിരന്നിരിക്കൂലേ. ചെറുക്കനും പെണ്ണും ആരാണെന്ന് നോക്കിയിട്ടാണ് കാലി വീഴുന്നത്? അല്ല, പണ്ട് പുരോഹിതൻ പറഞ്ഞ് കാലി വീഴും. ഇപ്പോഴോ ക്യാമറാമാൻ പറയും. പുരോഹിതൻ ഉൾപ്പെടെ ആര് പറയുന്ന അനുസരിക്കും? ക്യാമറാമാൻ പറയും അല്ലേ. പുരോഹിതൻ ചെയ്ത പ്രവൃത്തി അത്ര ശരിയായില്ലേ, ക്യാമറയിൽ കിട്ടിയില്ല, ഒന്നും കൂടെ ചെയ്യൂ. അയാൾ മര്യാദയ്ക്കിരുന്ന് ചെയ്യുന്ന നമുക്ക് നമ്മൾ ഞെട്ടിപ്പോകും. ഭയങ്കര പുരോഹിതനും ദൈവത്തിൻ്റെ പ്രതിനിധിയൊക്കെയാണ്. ഇതാ ക്യാമറാമാൻ പറഞ്ഞപ്പോൾ വീണ്ടും ചിരിച്ച് കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് നമ്മൾ എത്തിച്ചേർന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ അധികാരം എന്ന് പറയുന്നത് അല്ലേ ക്യാമറാമാനായി മാറുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് അല്ലേ. ഈ ദേവാലയം ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്നുള്ള ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. ദൈവവും ആരുടെ നിരീക്ഷണത്തിലാണ്? ക്യാമറാമാൻ്റെ നിരീക്ഷണം. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഇപ്പോൾ ഭയം എന്ന് പറയുന്നൊരു സംഭവമാണ് അതിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. ഇത്തരം ഡേറ്റകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലേ ഭയവും അധികാര ചരിത്രവും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ. ഭയവും അധികാരവും തമ്മിൽ ബന്ധമുണ്ട്. ഭയം എന്ന് പറയുന്നൊരു വികാരമാണെങ്കിലും അതിന് ചരിത്രപരമായ എല്ലാ വികാരങ്ങളും ചരിത്രപരമാണ്. മുമ്പ് സ്നേഹിച്ച പോലെ അല്ല ഇപ്പം നമ്മൾ സ്നേഹിക്കുന്നത്. പണ്ട് ആൾക്കാർ സ്നേഹിച്ച പോലെയാണ് ഇപ്പോൾ സ്നേഹിക്കുന്നത്. പണ്ട് സ്നേഹം എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇല്ല. ഇപ്പോൾ ഇന്ദുലേഖയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സൂര്യ നമ്പൂതിരിപ്പാട് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ, എനിക്ക് ഇന്ദുലേഖ എടുത്ത് ഭ്രമമുണ്ടെന്ന് പറയും. അപ്പോൾ ചെറുശ്ശേരി നമ്പൂതിരിപ്പാട് പറയും, അല്ല അത് ഇന്ദുലേഖയ്ക്ക് അങ്ങോട്ട് ഇല്ല, നിങ്ങളുടെ അടുത്തില്ല. അപ്പോൾ സൂര്യ നമ്പൂതിരിപ്പാട് അന്തം വിട്ടുപോകും. അതെന്തോന്ന് അവക്ക് വേണമെന്ന് ആര് പറഞ്ഞ് എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ഭ്രമമുണ്ട് അല്ലേ, അതിനിപ്പോൾ എന്ത് പ്രശ്നം എന്തെന്നാണ് മനസ്സിലാവുന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന് മുമ്പ് മനസ്സിലാക്കാൻ പോലും പറ്റില്ലാത്തൊരു വികാരമായിരുന്നു. അപ്പോൾ അത് എല്ലാ വികാരങ്ങളും ചരിത്രപരമാണ് എന്ന് പറയുന്നത് പോലെ ഭയം എന്ന് പറയുന്ന വികാരവും ചരിത്രപരമാണ്. മുമ്പ് യക്ഷിയെ പേടിക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് ഈ പേടിക്കുന്ന അല്ലെ ഉപകരണങ്ങളെയാണ് പേടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഡേറ്റകളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ വളരെ വിചിത്രമായി തോന്നുന്ന ചില ഡേറ്റകളിൽ നിന്ന് നമ്മളൊരു പൊതു തത്വത്തിൽ എത്തിച്ചേരും. അപ്പോൾ നമുക്കൊരു വിഷയം കിട്ടും. ഭയവും അധികാര ചരിത്രവും അല്ലേ, മലയാളത്തിലെ യക്ഷി സിനിമകൾ മുൻനിർത്തിയുള്ള ഒരു പഠനം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഇത്തരത്തിൽ വരുന്ന ഒരു ചരിത്രം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഈ ജെൻഡർ സ്റ്റഡി പഠിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അവിടെ ഈ മുമ്പ് നമ്മൾ സ്ത്രീവാദികളായിരുന്നു അല്ലേ, പിന്നെ സ്ത്രീ ഫെമിനിസം പഠിച്ചു. ഇപ്പം ഞാൻ ജെൻഡർ സ്റ്റഡി പഠിക്കുമ്പോൾ പറയുന്നത് ആണായിരിക്കുന്നതും പെണ്ണായിരിക്കുന്നതും എന്തല്ല, നല്ലതല്ല അല്ലേ. ഇത് രണ്ടും എന്തോ പ്രശ്നമുള്ളതാണ്. ഈ ട്രാൻസ്ജെൻഡറിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. അവസാനം ട്രാൻസ്ജെൻഡറും ഒരു ഡേറ്റയായിട്ട് മാറുന്നത് നമുക്ക് പിന്നെ കാണാൻ പറ്റും. അതായത് ഇതൊരു പാപമാണ്, ആണായിരിക്കുക പെണ്ണായിരിക്കുക ഒരു പാപമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ എൻ്റെ പാഠപുസ്തകങ്ങളിൽ കാണുന്നത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. ഈ ആണത്തം എന്ന് പറയുന്ന ഒരു മിത്ത് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് എഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയുമ്പോൾ, മുഴുവനും തള്ളിക്കളയുമ്പോൾ വേറെ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അല്ലേ. ഇപ്പം മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? എന്താണ്? ഭാവനാത്മകമായ കഥകൾ അല്ലേ. അതിപ്പോൾ നമ്മൾ നോവലിനെ കുറിച്ചും അങ്ങനെയൊക്കെ പറയാം. എങ്കിലും മിത്തുകൾ ഭാവനാത്മകമായ എന്ന് പറയാം. പക്ഷേ ഈ മിത്തുകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നതിൽ ഈ തിയറിയിലേക്ക് കിടക്കാതെ ഒരു പ്രതീകത്തിലൂടെയാണ് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ചക്രം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ചക്രം സഞ്ചരിക്കുന്നു വെച്ചാൽ ഒരു വാഹനത്തിലൊരു ചക്രമുണ്ട്.
ഇങ്ങനെ സഞ്ചരിച്ചു. പെട്ടെന്ന് ഒരു കുറേ കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് ചക്രം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് മാറിപ്പോയെന്ന് വിചാരിക്കുക. ഒരു സ്ഥലത്ത് കിടക്കുന്നു. അവിടെ കിടന്ന് ചെതലും പൂക്കളും എല്ലാം കൂടി ഇങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിലെത്തും അല്ലേ? അങ്ങനെ എത്തുന്ന ഒരു സന്ദർഭത്തെയാണ് നമ്മൾ മിത്തുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ മിത്തുകളുടെ ഉള്ളിൽ ഒരു സാമൂഹിക ചരിത്രമുണ്ട്. ആ വീല് എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതിനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയും അതിനെ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ അത് കേവലം ഭാവന മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഭാവനയ്ക്ക് അങ്ങനെ ഒരു അർത്ഥവും കൂടിയുണ്ട് എന്നുള്ളതാണ്. ഭാവന എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ദൈവങ്ങളുണ്ടാവുന്ന അങ്ങനെയാണ്. ഇപ്പോൾ ദൈവത്തെ എതിർക്കാനൊക്കെ വളരെ എളുപ്പമാണ് അല്ലേ? ദൈവവിശ്വാസം നമുക്ക് യുക്തിവാദം കൊണ്ടൊക്കെ എതിർക്കാൻ പറ്റും. ആരുടെ അടുത്ത് എതിർക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു ദൈവവിശ്വാസിയുടെ അടുത്ത് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് വിജയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും യുക്തിവാദി? ഒന്നും വിജയിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സാമൂഹിക പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടായി വരുന്നതാണ് ദൈവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ശിവൻ എന്ന് പറയുന്ന ദൈവം കേസരിയ ബാലകൃഷ്ണപിള്ള പറയുന്നത് ഈ കലപ്പ കണ്ടുപിടിച്ച ആളാണ് അല്ലേ, ഈ ഫ്ലൂട്ട് കണ്ടുപിടിച്ച ആളാണ് അല്ലേ. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളിനെ പിന്നെ നമ്മൾ ഈ കണ്ടുപിടുത്തങ്ങളെയൊക്കെ മറച്ചു പിടിച്ചിട്ട് ദൈവമായിട്ട് എന്ത് ചെയ്യും പറയുകയാണ് ചെയ്യുന്നതാണ് കേസരി അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗവേഷണങ്ങളിൽ പറയുന്നത്. അപ്പോൾ ദൈവങ്ങൾക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് ദൈവമായത്? അതായത് വിഗ്രഹങ്ങളെ നിരന്തരം എതിർത്തുകൊണ്ടിരുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്? ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ആദ്യം ഒരു വിഗ്രഹം എന്ന് പറഞ്ഞൊരു കല്ലെടുത്ത് വയ്ക്കുന്നു. അത് കല്ലുമല്ല, പ്രതിഷ്ഠിക്കാനുള്ള സമയവുമല്ല, പ്രതിഷ്ഠിക്കാൻ യോഗ്യനായ ആളുമല്ല. പഴയ ദൈവങ്ങളുടെയും പ്രതിഷ്ഠകളെയും എതിർക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. വീണ്ടും അടുത്ത പ്രോസസ്സ് കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു, നേരത്തെ തന്നെ എതിർക്കുന്നു. വീണ്ടും അടുത്തത് അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ കടന്ന് അവസാനം ഈ ദൈവം അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ വേണ്ട എന്ന് പറയുന്നു. ശ്രീനാരായണ ഗുരു പറയുന്നുണ്ടല്ലോ, കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഈ അമ്പലങ്ങളൊക്കെ ഒന്ന് പണിയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെയും വൃത്തിയും ഇല്ല, ഒരു ഉപയോഗവും ഇല്ല, ഇനി ലൈബ്രറിയൊക്കെ മതി എന്ന് പറയുന്ന സന്ദർഭമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു പ്രോസസ്സാണ്. ഞാൻ അതാണ് പറഞ്ഞത്, പ്രോസസ്സുകളെയാണ് നമ്മൾ കണ്ടെത്തുന്നതും ചരിത്രം എന്ന് പറയുന്നതും സംസ്കാരം എന്ന് പറയുന്നതും ഒക്കെ പ്രക്രിയകളുടെ അല്ലെങ്കിൽ പ്രക്രിയകൾ തന്നെയാണ് ഈ പറയുന്ന സംസ്കാരവും എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ ഗവേഷണത്തിലും കണ്ടുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ ആണത്തം എന്ന് പറഞ്ഞൊരു മിത്ത് എന്ന് പറയുന്ന ആ ഒരു തീം എഴുതാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ആണത്തം എന്ന് പറയുന്നൊരു മിത്ത് ഉണ്ടായി വരുമ്പോൾ അല്ലെങ്കിൽ പെണ്ണത്തം എന്ന് പറയുന്നൊരു മിത്ത് ഉണ്ടായി വരുമ്പോൾ നമ്മളതിനെ വിശകലനം ചെയ്തിട്ട് എന്ത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ശ്രീനാരായണ ഗുരു വിഗ്രഹമാകുമ്പോൾ വിഗ്രഹത്തെ നമ്മൾ തള്ളിക്കളഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാനത്തിൽ ഇടപെട്ട ശ്രീനാരായണ ഗുരുവിനെ മൊത്തം തള്ളിക്കളയാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം ഒരവസ്ഥ ഇതിനുമുണ്ട്. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അന്ന് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ ഒരു വിശകലനം എന്ന് പറയുന്നത് അല്ലേ, അങ്ങനെ ഞാൻ ഇപ്പോൾ എഴുതിയ ആ വിശകലനം അതിനു വേണ്ടിയാണ്. എന്താണ് ഒഴിവാക്കപ്പെടുന്നത്? ആണത്തം എന്ന് പറയുന്നൊരു മിത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഒഴിവാക്കപ്പെടുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ആ ഒരു സ്ട്രക്ചറിൽ എഴുതുന്നത്. അതായത് 3 തരം, അത് ഞാൻ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് 3 തരം മാതൃകകളാണ് നമുക്ക് ഉള്ളത്. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ആണെങ്കിൽ നമുക്കത് വ്യാഖ്യാനിക്കാവുന്നതാണ്. നമ്മളത് മാർവൽ സിനിമകളുടെയൊക്കെ ഉദാഹരണം വെച്ചാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. അതായത് 3 മാതൃകകളാണ് അതിനകത്ത് ഉള്ളത്. നമ്മൾ സാധാരണ കാണുന്ന ആണത്തം, ആണ് എന്ന് പറയുന്നത്, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു ആണുണ്ട്. ഒരാണല്ല, പല ആണുകളുണ്ട്. അതിൽ 3 മാതൃകയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ അതായത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സിനിമയിൽ ആവർത്തിച്ച് കാണുന്നൊരു രംഗം എന്ന് പറയുന്നത്, നായകനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് വില്ലൻ, അയാൾക്ക് ആയുധങ്ങളൊന്നുമില്ല, അയാൾ ആയുധമോ കൊണ്ടുവന്നെങ്കിലും അതൊക്കെ പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ആൾ ആര്? ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും? നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ, ഞാൻ പല സിനിമയിലും കണ്ടിട്ടുള്ളതാണ്. ഈ തോക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറയും, വാ നമുക്ക് തമ്മിൽ നേരിട്ടടിക്കാം എന്നാണ്. ഇതിനാണ് ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയാൾക്ക് തോക്ക് കൊടുത്തത്? ആണോ? അല്ലല്ലോ. അപ്പോൾ അതിലൂടെ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് കായികക്ഷമതയുള്ള ആളാണ് എന്നുള്ളതാണ് അല്ലേ. അതാണ് നായകത്വത്തിൻ്റെ ഒരു പ്രധാനം എന്നാണ്. അങ്ങനെയുള്ളൊരു ആർക്കിടൈപ്പ് ഉണ്ട്. ആ ആർക്കിടൈപ്പിനെയാണ് അവിടെ പിൻപറ്റുന്നത് അല്ലേ. കായിക ശേഷിയുള്ള ഒരാൾ യഥാർത്ഥത്തിൽ നായകനാവുന്ന, ഇപ്പോൾ രജനീകാന്തിന് കായിക ശേഷിയുള്ളതുകൊണ്ടാണോ നായകനാവുന്നത്? ഇനി കായിക ശേഷിയാണെങ്കിൽ രജനീകാന്തിനേക്കാൾ കായിക ശേഷിയുള്ള ആളല്ലേ ഒരു സിംഹം അല്ലേ? പ്രകൃതിയിൽ അങ്ങനെയല്ലേ? മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ കായിക ശേഷിയില്ലേ? പക്ഷെ എന്തുകൊണ്ട് മനുഷ്യന് ഒരു പ്രാമുഖ്യം കിട്ടി ചരിത്രത്തിൽ? അത് അയാൾ സിംഹത്തിനെ ഇടിച്ചിട്ടുണ്ടാണോ? ആണോ? അല്ല, മറിച്ച് എന്ത് ചെയ്തു? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഒഴിവാക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന് പ്രാമുഖ്യം കിട്ടിയത്? സിംഹം കാട്ടിലെ രാജാവാണെങ്കിലും നാട്ടിലെ രാജാവ് അല്ലാതായി മാറിയതിന് കാരണം എന്താണ്?
അവിടെയാണ് ഇതിൻ്റെ ഒരു ഇതിരിക്കുന്നത്. എന്താണ്? അതായത് മനുഷ്യർ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്, അല്ലേ? മനുഷ്യർ ആയുധങ്ങൾ കണ്ടുപിടിച്ചു, അതുകൊണ്ട് ആരെ പരാജയപ്പെടുത്താൻ പറ്റി? ഇപ്പോൾ തോക്കതിന് ഉദാഹരണമല്ലേ? അല്ലേ? തോക്ക് കയ്യിലിരിക്കുന്ന സ്ത്രീയാണോ തോക്കില്ലാത്ത ആണാണോ ശക്തി? ആണ്. പിന്നെ ഈ കായികശേഷി മാത്രം വെച്ചുകൊണ്ടാണ് ആ പോലീസ് എടുക്കുന്നത്? അങ്ങനെയല്ല, സ്ത്രീകളെടുക്കുന്നു അല്ലേ? കായികശേഷി സ്ത്രീകൾക്ക് കുറവാണ് എന്നുള്ളത് ഒരു മിത്താണ്, അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന കായികശേഷി കൂടുതലായതുകൊണ്ടല്ല എടുക്കുന്നത്, അതിന് നിയമാധികാരങ്ങളുണ്ട്, പോലീസിന് ആയുധങ്ങളുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് നായകൻ. അത് ഞാൻ പറഞ്ഞത് ഉപകരണങ്ങളുടെ ഉപകരണങ്ങളുടെ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സംസ്കാര ചരിത്രം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്തരം മിത്തുകളിലൂടെ സിനിമ നിർമ്മിച്ചെടുത്താൽ ഈ ഉപകരണങ്ങളുടെ ചരിത്രവും സംസ്കാരത്തെയും മുഴുവൻ റദ്ദാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലെ? ചരിത്രത്തെ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് മിത്തുകളുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ഉപകരണങ്ങൾ ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കിയവർ, ഉപകരണങ്ങൾ വെച്ച് പണി ചെയ്തവർ, അല്ലെ? കലപ്പ കൊണ്ട് പണി ചെയ്തവർ, ഇവരുടെ എല്ലാം ചരിത്രത്തെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും, അല്ലേ? പണ്ടത്തെ നമുക്കൊരു ആവേശമൊക്കെ വരും ഇടിച്ചിടുമ്പോൾ, അല്ലേ? അതിന് കാരണം നമ്മളൊരു വംശീയമായൊരു ജനിതക ചരിത്രമാണ് അതിന് കാരണം. നമ്മൾ പണ്ട് ആദ്യം പുലിയുമായിട്ടൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ട്, തോറ്റുപോയെന്നേ ഉള്ളൂ, അല്ലേ? പിന്നീട് നമ്മൾ ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ ജയിച്ചത്. അപ്പോൾ ആ ഒരു ജനിതക ചരിത്രം നമ്മൾ കിടപ്പുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ആവേശമൊക്കെ വരും, അല്ലേ? ഒരു വംശീയമായൊരു ആവേശം അതിനകത്ത് രൂപപ്പെട്ടു, ഒരു വംശീയ വ്യക്തിത്വം അതിനകത്തുണ്ട്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന വേറൊരു രംഗം എന്ന് പറയുന്നത്, ചേട്ടനെ അടിക്കുമ്പോൾ അനിയന്മാരെല്ലാവരും കൂടെ ചേർന്ന് ജീപ്പിൽ പോയി, അപ്പോൾ നമുക്ക് രോമാഞ്ചമൊക്കെ വരും, രോമമൊക്കെ എഴുതി നിൽക്കും, അല്ലേ? ഗോഡ് ഫാദർ അല്ലേ? ഗോഡ് ഫാദർ അങ്ങനെയൊക്കെയുള്ള സിനിമകളിലൊക്കെ ഇഷ്ടംപോലെ സിനിമകളുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു പഴയ വംശീയമായിട്ടുള്ള ഒരു ഗോത്ര സ്വഭാവത്തിൻ്റെ ഒരു ആവർത്തനം നമ്മളിൽ വരുന്നത് കൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ അതിനെ നായകനാക്കി എടുക്കുമ്പോൾ അതിനെ അതിജീവിച്ച മനുഷ്യൻ്റെ ചരിത്രത്തെ അവർ ഒഴിവാക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ആർക്കിടൈപ്പാണ് ഹനുമാൻ എന്ന് പറയുന്നത്, അല്ലേ? ഹനുമാൻ എന്ന് പറയുന്ന ശക്തിയുണ്ട്, പക്ഷേ ഈ ക്യാരക്ടേഴ്സിലൊരു പ്രത്യേകത ശക്തിയുണ്ട്, ബുദ്ധി കാണില്ല. ബാഹുബലിയിൽ കട്ടപ്പ എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ്, പക്ഷെ അടിമയാണ്, അല്ലേ? ഭൂതം എന്നൊക്കെ പറയുന്നത് ഒരു ആർക്കിടൈപ്പാണ്, മനസ്സിലായില്ലേ? ആ ആർക്കിടൈപ്പാണ് സിനിമകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഈ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ആലോചിക്കും, ഇയാൾക്ക് സ്വന്തമായിട്ട് പ്രവർത്തിച്ചൂടെ? അത് പറ്റില്ല. നമ്മൾ ഭൂതത്തിൻ്റെ കഥ അറിഞ്ഞൂടെ? ഭൂതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭൂതത്തിന് ഭയങ്കര ശക്തികളൊക്കെ ഉണ്ട്. ഒരിക്കൽ കടലിൻ്റെ ഒരു കുപ്പി ഒരു കുപ്പിയിൽ ഭൂതത്തെ കിട്ടി, അയാൾ അടപ്പ് തുറന്നു, ഭൂതം പുറത്തു വന്നു. അതിന് മുമ്പ് ഭൂതം ഒരു തീരുമാനം എടുത്തിരുന്നു, ഞാൻ 2000 കൊല്ലമായിട്ട് കിടക്കുന്നു, ഒരു വൃത്തികെട്ടവനും ആരെ രക്ഷിച്ചില്ല, എന്നെ രക്ഷിച്ചില്ല, ഇനി രക്ഷിക്കുന്നവനെ ഞാൻ കൊല്ലും എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഒരുത്തൻ വന്ന് ഡപ്പി തുറന്നു വന്നത്. അപ്പോൾ അവൻ ഈ ഭൂതം അയാളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാളിങ്ങനെ ആലോചിച്ചു. അയാൾ പറഞ്ഞ്, കൊന്നോ, പക്ഷേ നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു രൂപത്തിന് എങ്ങനെയാണ് ഈ കുപ്പിയിൽ ഇങ്ങനെ കയറി ഇരിക്കാൻ പറ്റിയത്? അത് നിസ്സാരം, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ തിരിച്ച് എവിടേക്ക് കയറും? ഇതിനകത്ത് കയറും. ഇയാൾ ആ കുപ്പിയിലങ്ങ് അടയ്ക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ശക്തിയുണ്ട്, എന്തില്ല, ബുദ്ധിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ആർക്കിടൈപ്പാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചാവേറുകൾ, പടിയൻ ലച്ചിപ്പോവും എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത്, ഇല്ല ബ്രാഹ്മണാധിപത്യത്തിനെ, അതാണല്ലോ ഹനുമാൻ എന്ന് പറയുന്ന രാമനെ എന്ത് ചെയ്യുന്ന ആളാണ്, ചുമന്നുകൊണ്ട് നടക്കുന്ന ആളാണ്. ഈ ഒരു ആർക്കിടൈപ്പാണ്, അല്ലെ? ഈ ഒരു രൂപം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു രൂപം എന്ന് പറയുന്നത്, ഇതിനെല്ലാം സ്ത്രീ രൂപങ്ങളും ഉണ്ട്, അതൊന്നും ഞാൻ വലുതായിട്ട് വിശദീകരിക്കുന്നില്ല, അല്ലേ? ഈ ആർക്കിടൈപ്പിനൊരു സ്ത്രീയുണ്ട്, ആരാണത്? ദേവി. 3 തരം സ്ത്രീ രൂപങ്ങളുമുണ്ട്, 3 തരം പുരുഷൻ എന്ന് പറയുന്ന പോലെ 3 തരം സ്ത്രീകളുമുണ്ട്. അതിട്ടുള്ള കളിയാണ് നമ്മൾ കാണുന്ന ഈ സിനിമകളും എല്ലാ ആഖ്യാനങ്ങളും എന്ന് പറയുന്നത്. ദേവിയാണ് എന്ന് പറയുന്നതാണ്. കാരണം ഹനുമാൻ സീതയെ സംബോധന ചെയ്യുന്നത് എന്താണ്? ദേവി എന്നാണ്. ഹനുമാൻ സീതയെ വിവാഹം കഴിക്കുമോ? ഇല്ല. ബ്രഹ്മചാരിയായിരിക്കും ഈ ആർക്കിടൈപ്പ്. കായിക ബലമൊക്കെ കാണും, ഇല്ല? അരയ്ക്ക് താഴെ തന്നെ ഭൂതത്തിന് അസ്തിത്വം ഇല്ല. വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ മോൾ ഭാഗം മാത്രമേ വരയ്ക്കുള്ളൂ, കല്യാണമൊന്നും കഴിക്കില്ല അയാൾ, അല്ലേ? അതാണ് ആർക്കിടൈപ്പാണ് ആ ഹനുമാൻ ബ്രഹ്മചാരിയല്ലേ? ഇതാണ് ഈ പറയുന്ന ഒരു ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് അങ്ങനെ ഒരുപാട് സിനിമകൾ അങ്ങനെ മനസ്സിൽ വരുന്നില്ലേ? ഇനി അടുത്തത് വരുന്നത് ഒരു മഹാനായ, അല്ല, അതിനെ നമ്മൾ കുലീനൻ എന്ന് പറയുന്നത്, കുലസ്ത്രീ എന്ന് പറയുന്നത് പോലെ തന്നെ കുലയുവാവ് എന്ന് പറയുന്നതാണ്, അല്ലേ? അയാൾ ഉപകരണങ്ങളുടെ ഉടമയായിരിക്കും, രാജാവായിരിക്കും, മുതലാളിയായിരിക്കും, നല്ലവനായ മുതലാളിയായിരിക്കും, നല്ലവനായ രാജാവായിരിക്കും, ശ്രീരാമനായിരിക്കും, അല്ല പിന്നെ ദുഷ്യന്തന അല്ലെങ്കിൽ നളൻ, ഇങ്ങനെയൊക്കെയുള്ള രാജാവ്. പിന്നെ സിനിമകളിലൊക്കെ നമ്മൾ നല്ല മുതലാളി, ചീത്ത മുതലാളിയല്ല, നല്ല മുതലാളി ആണ് കുലീനനായിട്ടുള്ള മനുഷ്യൻ. അയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാര്യയുമായിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. ഈ ഭയങ്കര സ്നേഹം ഇൻവെർട്ട് കോമയിലാണ്, അതെന്താണെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ സ്നേഹം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും, കുടുംബസ്നേഹം
അതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. രാമൻ ആർക്കിടൈപ്പ് അങ്ങനെ ഉണ്ടാകുന്നതാണ്, ശ്രീരാമൻ. രാമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബസ്നേഹവും പിതൃഭക്തിയും ഒക്കെ അല്ലേ. ഇതൊക്കെ പിന്നെ നവോത്ഥാന കാലത്ത് എന്തായിരുന്നു എന്നൊക്കെ പിന്നെ കുട്ടികൃഷ്ണന്മാരൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് സീതയോടുള്ള സ്നേഹം എന്തായിരുന്നു എന്നുള്ളത് പറയുന്ന സന്ദർഭമൊക്കെ അല്ലേ. എന്താണ് സീതയോടുള്ള സ്നേഹം? ആ സന്ദർഭം വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് ഇയാളുടെ ഏകപത്നി വ്രതവും ഭാര്യയോടുള്ള അഗാധമായ സ്നേഹവും പറയുന്ന ഒരു രംഗമാണ് ശൂർപ്പണഖയുമായിട്ടുള്ള രംഗം. ശൂർപ്പണഖയുടെ ആരെടുത്തിരിക്കുന്നു? ശൂർപ്പണഖ ലക്ഷ്മണൻ, രാമൻ, സീത ഇരിക്കുമ്പോൾ ശൂർപ്പണഖ വന്നിട്ട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. എനിക്ക് താല്പര്യമുണ്ട് എന്ന് ആരോട് പറയുന്നു? ശ്രീരാമൻ. ശ്രീരാമൻ എന്ത് മറുപടി പറഞ്ഞു? എന്ത് പറഞ്ഞു? ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനാ. എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? ഞാൻ ഭാര്യാസമേതനാണ്. ഭാര്യാസമേതനല്ലാത്ത ആരുണ്ട്? ലക്ഷ്മണൻ്റെ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ശൂർപ്പണഖ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകും. ലക്ഷ്മണൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് ശൂർപ്പണഖ വീണ്ടും വരും. ഈ രംഗം ഒന്ന് വിശദീകരിച്ചിട്ട്, ഇതാണല്ലോ രാമനെ സംബന്ധിച്ച് ഏകപത്നി വ്രതത്തിൻ്റെ ആൾ ആ ഒരു ആർക്കിടൈപ്പിനെ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രധാന സംഭവം. ഇതൊക്കെ നവോത്ഥാന കാലത്ത് പൊളിയുന്നുണ്ട് ഈ മിത്തുകളൊക്കെ. അതാണ് ഞാൻ അതിനിടയിൽ സൂചിപ്പിക്കുന്നത്. അതായത് യഥാർത്ഥ ലക്ഷ്മണനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മണൻ്റെ ഭാര്യ എവിടെ ഇരിക്കുകയാണ്? കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു. അതിനർത്ഥം എന്താണ്? സീത അടുത്തില്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു എന്നാണ് അതിനർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ അല്ലേ? സീത അവിടെ ഇരുന്നത് കൊണ്ടാണ്. മാത്രമല്ല ശൂർപ്പണഖയ്ക്ക് പൊതുവെ ഇക്കാര്യത്തിൽ വലിയ പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നവും അതിനകത്തുണ്ട് അല്ലേ. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലാതെ, അതാണ് ഈ ദ്രാവിഡ സ്ത്രീയും ആര്യ കുലസ്ത്രീയും തമ്മിലുള്ള പ്രശ്നം. അതാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലാതെ അതുവഴി നടന്നു പോയി മുടിയൊക്കെ കെട്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഭാവഹാവാദികളുടെ പോയെങ്കിൽ രാമൻ വിളിക്കും വാ എന്ന് പറയും. നീ എവിടെ പോകണം എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചത് അല്ലേ. അപ്പം അതാണ് ആ കുലസ്ത്രീ ആർക്കിടൈപ്പ് പൊളിയും. അപ്പോൾ അതാണ് ആ പൊളിയാതിരുന്നെങ്കിൽ ഈ പറയുന്നത് കുഴപ്പമില്ലാതെ പോയേനെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ആർക്കിടൈപ്പിനെയാണ് നമ്മൾ ഈ പറയുന്ന രാമൻ. ഇപ്പോൾ രാമൻ എന്ന് പറയുന്ന ആർക്കിടൈപ്പ് ഉപയോഗിച്ച് ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ ഈ ഇമേജ് ഉണ്ടാവുന്നത് തന്നെ രാമൻ്റെ ആർക്കിടൈപ്പ് വെച്ചിട്ടാണ്. വലിയേട്ടൻ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? കുടുംബസ്നേഹം, 80കളിലെ സിനിമ നിങ്ങളൊന്നും കണ്ടു കാണണമെന്നില്ല അല്ലേ. ഞാനും കണ്ടിട്ടില്ല, യൂട്യൂബിലൊക്കെ ഞാൻ ഇപ്പോൾ കണ്ടതാണ്. വാത്സല്യം, കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും, അതാണ്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ സിനിമ. ആ ഇമേജാണ് മമ്മൂട്ടിയുടെ ഈ 2000-ന് മുൻപുള്ള എല്ലാ സിനിമകളും. 2000-ന് ശേഷം വേറൊരു സാധനമാണ്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇത് 2000 വരെയുള്ള സിനിമകൾ 80കളിലാണെങ്കിൽ അതിൻ്റെ പക്ക നിൽക്കുന്ന സമയം. അപ്പോഴാണ് സൂപ്പർ സ്റ്റാർ ഇമേജിലേക്ക് വരുന്നത്. കുട്ടി പെട്ടി അല്ലേ, അങ്ങനെയാണ് അതിൻ്റെ ഇമേജ്. എപ്പോഴും ഒരു അങ്ങനെ പറയാറുണ്ടല്ലോ, ആൾക്കാർ പറയാറുണ്ടത് അല്ലേ. ഒരു കുട്ടിയും കാണും, വ്യഭിചാരിണി അന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടിയും കാണും ആ കഥയിൽ, പിന്നെ ഒരു പെട്ടിയും കാണും. എന്ന് വെച്ചാൽ എന്താണ്? ഒരു കുടുംബസ്ഥൻ, ഒരു സ്കൂട്ടറൊക്കെ കാണും, ബാക്കിൽ ഇങ്ങനെ പോവും, ഒരു വീടും എല്ലാമുള്ള ഒരു നല്ല മനുഷ്യൻ അല്ലേ. ഇത് ഒരു ദേശസ്നേഹിയായിരിക്കും അല്ലേ. അങ്ങനെയൊക്കെയുള്ള, അതായത് ഒരു 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 സവർണ ദേശീയതയുടെ ഒരു അടയാളവും കൂടിയാണ്. ഞാൻ അത്രയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതാണ് ഒരു രാമൻ ആർക്കിടൈപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്. അതിന് പറ്റിയ സ്ത്രീ ആരാണ്? പതിവ്രത, കുലീനയായ സ്ത്രീ, കുലസ്ത്രീ. അതാണ് അതിന് പറ്റിയ സ്ത്രീ. അതാണ് ഇവർ തമ്മിലുള്ള ബന്ധമാണ് അവിടെ നിൽക്കുന്നത്. കുലസ്ത്രീയുടെ കാര്യമൊക്കെ വിശദീകരിച്ച വലിയ വലിയ സംഭവങ്ങളാണ് അല്ലേ. പതിവ്രത എന്ന് ആരെയും നമ്മൾ വിളിക്കുന്നത്? പതിവ്രത എന്ന് വിളിക്കുന്നത് എന്തുദ്ദേശിച്ചാണ്? ഒരാളുമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കുലയുവാവുമായിട്ട് അല്ലേ എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിലും അതുമായിട്ട് ഒരു ബന്ധവുമില്ല അല്ലേ, നമ്മളങ്ങനെ പറയുന്നെങ്കിലും. അതായത് ഇപ്പോൾ പതിവ്രതാ രത്നങ്ങളിൽ ഒരാളാണ് കുന്തിയുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്ക്, ബയോഗ്രഫി ഒന്ന് പരിശോധിച്ച് നോക്ക്. ഒരാളുമായിട്ട് സ്നേഹമായി, അതിലൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ ഒഴുക്കി വിട്ടു. എവിടെയോ വിട്ട്. എന്നിട്ട് ഒരാളിനെ എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു. അയാൾ പറഞ്ഞതനുസരിച്ച് എത്രയോ പേരുടെ അടുത്ത് പോയി, എത്രയോ കുട്ടികളുണ്ടായി അല്ലേ. ഇതാണ് പതിവ്രതാ ചരിത്രം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ വരുന്നത്. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരുപാട് പേരെടുത്ത് പോകാതിരിക്കുന്നതിനല്ല പതിവ്രത എന്ന് പറയുന്നത്. നിങ്ങൾ പോയിക്കൊള്ളണം, പക്ഷേ ഭർത്താവിൻ്റെ അനുമതി വേണം. അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആദ്യം കർണൻ്റെ അച്ഛനെ ഉപേക്ഷിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ആ സിസ്റ്റം അനുവദിക്കുന്നില്ലെന്നാണ്. ആ സിസ്റ്റത്തിൻ്റെ അനുവാദത്തോടുകൂടിയുള്ള വ്യഭിചാരത്തെയാണ് നമ്മൾ പാതിവൃത്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഈ വ്യഭിചാരം എന്ന് പറഞ്ഞ വാക്കിനെ മോശമാണ്, ഞാൻ ഇപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിൽ ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് അത്തരമുള്ള ഒരു സന്ദർഭത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
അപ്പോൾ ഞാൻ പറഞ്ഞ അതാണ് സ്ത്രീ ബന്ധം, അതാണ് സ്ത്രീ മിത്ത്, അതൊക്കെ വലിയ വിശദീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇനി മറ്റൊരു ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ എത്ര സമയമായി നിങ്ങൾക്ക്? നിങ്ങളെ കൊല്ലാൻ പറ്റില്ലല്ലോ. എത്ര മണിക്ക് നമ്മൾ തുടങ്ങിയത്? 9:45, 10:50, 10:45, 11. കുഴപ്പമില്ല, ഇത്രയൊക്കെ സഹിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അടുത്തത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മൂന്നാമത്തെ ഒരു ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് ഈ പുറത്താക്കപ്പെട്ട കുലയുവാവ്. അതാണ് കുലയുവാവാണ്. അത് സിനിമകളിൽ ഇഷ്ടം പോലെ കാണുന്നൊരു സാധനമാണ്. പുറത്താക്കപ്പെട്ടവനാണ്, പക്ഷേ അയാൾ കുല യുവാവാണ്. അച്ഛൻ പുറത്താക്കിയതാണ്, പക്ഷേ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. എവിടെ എൻ്റെ ഒറിജിനൽ അച്ഛൻ എന്നും പറഞ്ഞ് അന്വേഷിക്കുന്ന ഒരാളുമായിരിക്കും. അല്ല, നമ്മൾ മോഹൻലാലിൻ്റെ സിനിമകളാണ് അതിൻ്റെ ഒരു ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. അല്ലേ, ഇപ്പോൾ തറവാട് നിന്ന് പുറത്തായി, എന്നിട്ട് അയാൾ പിന്നെ പോയി, അങ്ങനെയാണല്ലോ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്താവുന്നവർക്ക് വേണ്ടി ബോംബെയിൽ ഒരു കട തുറന്ന് വെച്ചിട്ടുണ്ട്, അധോലോകം എന്നാണ്. അതിൽ ചേരാൻ വേണ്ടി പോകും. അല്ലേ, ആ അധോലോക കടയിൽ കയറി അധോലോകമായി തിരിച്ചു വരുമ്പോഴല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നത്. അല്ലേ, അങ്ങനെ വരുന്ന ഒരുപാട് സിനിമകളുണ്ട്. അല്ല, അങ്ങനെ വന്ന്, അതായത് ഒരു ഉടമയാണ് അയാൾ, ഉടമയുടെ എല്ലാ ബോധ്യങ്ങളും ഉണ്ട്. പക്ഷേ തൽക്കാലം അതൊരു പല പല ചരിത്ര സംഭവങ്ങളും, ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച വരുമ്പോഴത്തേക്ക് ഈ അന്നത്തെ സവർണ എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പുറത്താക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൂടിയാണ് അതിൻ്റെ ഒരു ചരിത്രപരമായ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പുറത്താക്കപ്പെട്ടു, പുറത്തു പോയി വീട് പണമൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്ന് പഴയ തറവാട് വാങ്ങിക്കും. എന്നിട്ട് പാലുകാച്ച നടത്തുന്നത്, അല്ലെങ്കിൽ ആ ഉത്സവങ്ങളൊക്കെ നടത്തും. ഇതാണ് മോഹൻലാലിൻ്റെയൊക്കെ സിനിമ കണ്ടിട്ടില്ലേ? അല്ലേ, പഴയ വീടുകളൊക്കെ പുതുക്കി പണിയുന്ന, അതായത് പഴയ ഒരു ഫ്യൂഡൽ, അതായത് ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്ന് അഭിമാനിക്കും. പക്ഷെ തന്ത അംഗീകരിക്കില്ല. അല്ലേ, പക്ഷേ സിനിമയുടെ ഒരു കുറച്ചൊക്കെ കഴിയുമ്പോൾ തന്ത അംഗീകരിക്കും. അപ്പോൾ തന്ത ആരെങ്കിലും കൊല്ലും. അപ്പോൾ ആര് പോയി പകരം വീട്ടും? മോഹൻലാൽ പോയി പകരം വീട്ടും. അല്ലേ, ഇതല്ലേ പല നരസിംഹ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇതേ ആർക്കിടൈപ്പാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ പണം, അല്ല, ഒരു ക്യാപിറ്റലിസത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു ആർക്കിടൈപ്പിന് വളരെ പ്രാമുഖ്യമുള്ളതാണ്. കാരണം പണം നേടി മഹത്വം ഉണ്ടാകുന്നതിന് പ്രാമുഖ്യമുണ്ട്. പഴയ എന്താണ് ഈ ജന്മിത്ത മാഹാത്മ്യങ്ങളും സവർണ ജാതി മാഹാത്മ്യങ്ങളും ഒക്കെ തകർന്നതുകൊണ്ട് പിന്നെ പണം കൊണ്ട് നേടി അതിന് മാഹാത്മ്യം ഉണ്ടാക്കും. പഴയ അതേ മാനസിക ഘടനയായിരിക്കും അവർക്കുള്ളതെല്ലാം. ഇതൊക്കെ ലിറ്ററേച്ചറിൽ നടക്കുന്ന സംഭവമാണ്. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ലിറ്ററേച്ചറിലും ഉണ്ട്. രവിയൊക്കെ ആർക്കിടൈപ്പിനകത്ത് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഉപകരണങ്ങളുടെ, അല്ലേ, എന്താണ്, രണ്ടുപേരും ഉപകരണങ്ങളുടെ ഉടമയാണ്, ഉടമാവകാശമുള്ളവരാണ്. ഇവിടെ ഒന്നും പണിയുന്നവരില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ 3 ആർക്കിടൈപ്പിലും ഉപകരണങ്ങൾ ഉപേക്ഷിച്ച് അതിൻ്റെ ചരിത്രം ഇല്ലാതാക്കുന്ന ഒരു ആർക്കിടൈപ്പ് വരുന്നു. മറ്റൊരു സ്ഥലത്ത് ഉപകരണങ്ങളുടെ ഉടമ വരുന്നു. ആ ഉപകരണങ്ങളുടെ ഉടമയെ പുറത്താക്കപ്പെട്ട് വീണ്ടും അതിനെ നേടിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ആർക്കിടൈപ്പുകളും രൂപപ്പെട്ട് വരുന്നുണ്ട്. മോഹൻലാലിൻ്റെ സിനിമ ഞാൻ പറയുന്നത്, നരസിംഹം പോലുള്ള സിനിമകളും, അല്ലെ ദേവാസുരം പോലുള്ള സിനിമകളും, അല്ലേ, എവിടെ തന്ത എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകുന്നതല്ലേ നമ്മൾ ദേവാസുരത്തിലൊക്കെ കാണുന്ന തീം അതാണല്ലോ. കർണൻ്റെയൊക്കെ ആർക്കിടൈപ്പ് അങ്ങനെ വരുന്നതാണ്. പക്ഷേ കർണൻ മഹാഭാരതത്തിൽ വ്യത്യസ്തമാണെന്ന് ആലോചിക്കണം. മഹാഭാരതത്തിൽ എവിടെ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞല്ല പോണത്. അല്ലേ, അച്ഛൻ, നിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഞാനാണെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, അല്ലേ എന്നാണ് ആര് പറയുന്നത്? കർണൻ പറയുന്നത്. അതിന് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ്. അല്ലേ, അതിന് എന്നാണ് ചോദിക്കുന്നത്. അതിന് എനിക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അല്ലേ, ഈ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത് നമ്മൾ മഹാഭാരതത്തിൽ പോലും കർണനിൽ കാണില്ല. അല്ലേ, എനിക്ക് പല തന്ത ഉണ്ട്, അതിനിപ്പോൾ എന്ത് എന്നാണ് ആര് ചോദിക്കുന്നത്? കർണൻ ചോദിക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു തന്തയുണ്ട്, ഇപ്പോൾ ആവശ്യമില്ല എനിക്ക്. അല്ലേ, പിന്നെ നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. അല്ലേ, യുദ്ധത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ഈ സിനിമ, നമ്മൾ വലിയ കച്ചവട സിനിമകളും മാസ് സിനിമകളെല്ലാം ഉപയോഗിക്കുന്ന ഇതേ ടേമാണ്. പക്ഷേ ഇയാൾ തിരിച്ച് വരുമെന്നേ ഉള്ളൂ. ഈ സിനിമകളിൽ അതെന്ത് ചെയ്യും? എവിടെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനായിരിക്കും അതിനകത്ത് വരുന്നത്. അതാണ് മൂല്യങ്ങളുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് എന്ന് പറയുന്നത്. അവിടെ മൂല്യങ്ങളുമായിട്ടുള്ള ഒത്തുതീർപ്പെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ക്യാപിറ്റലിസത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഉപകരണങ്ങളുടെ ഒരു ഉടമാവകാശമാണ് അവിടുത്തെ ബലം. ഇപ്പോൾ മോഹൻലാലൊക്കെ ഏത് സിനിമ, അതായത് ഇത് കാർട്ടിയർ, അതായത് 1.5 ലക്ഷം രൂപയുള്ള വാച്ചാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഏത് സിനിമ? എനിക്ക് രാവണപ്രഭു തന്നെ അല്ലേ, രാവണപ്രഭു തന്നെ. അതായത് അയാളുടെ ഇടിക്ക് ശക്തി കൂടാൻ കാരണം എന്താണ്? അയാൾ കയ്യിലിട്ടിരുന്ന ആ വാച്ചിന് 1.5 ലക്ഷം രൂപയുണ്ട് എന്നുള്ളതാണ്. അല്ലേ, ഇനി അയാൾ റെയ്ബൻ്റെ ഗ്ലാസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അടിക്കുമ്പോൾ ശക്തി കൂടാൻ കാരണം. അല്ലേ, ഉപകരണങ്ങളാണ് അവിടുത്തെ ഒരു മുതലാളിത്ത ഉൽപ്പന്നങ്ങളാണ് അവിടുത്തെ ശക്തിയുടെ ഒരു പ്രധാനം. നമ്മൾ പലപ്പോഴും പ്രഖ്യാതമായി ഉദ്ധരിക്കുന്ന ഒരു സീനും കൂടെ പറഞ്ഞ് ഞാൻ അത് അവസാനിപ്പിക്കുക. അതായത് നമ്മളിപ്പോൾ ഏത് സിനിമ, നരസിംഹം തന്നെ അല്ലേ, നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്. അത് വളരെ പ്രസിദ്ധമായി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതായത്
സന്ധ്യയ്ക്ക് വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് വരുമ്പോൾ അല്ലേ ചവിട്ടാനും പിന്നെ എന്തോ തുലാവർഷ രാത്രികളിൽ കെട്ടിപ്പിടിച്ച് കിടക്കാനും മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഇതൊക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ വണ്ടി കയറി എന്ന് പറയുന്നൊരു സീനുണ്ട്. പ്രപ്പോസ് ചെയ്യുന്നതാണ് അല്ലേ. അവളാണെങ്കിൽ വലിയ സന്തോഷത്തോടുകൂടി എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനകത്ത് കയറുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെ കയറുന്നു എന്നുള്ളത് മാത്രമല്ല, ആ കയറുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് കയറുന്നത്? ആ സീൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നല്ലോണം ഓർമ്മയുണ്ട്. ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കത്. ആ പെണ്ണ് ഉപയോഗിക്കുന്നത് ഏത് കാറിലാണ്? എന്തോ ഒരു മഞ്ഞ എന്തോ അല്ലേ, ഒരു മാരുതി 800 സെന്നോ എന്തോ കണ്ടാണ്. സെന്നാണ് അല്ലേ? ഞാൻ 800 തന്നെ എഴുതി, അത് മാറ്റി എഴുതണം അതിന്. അപ്പോൾ സെൻ ആണെന്ന് വെച്ചാൽ എന്തായാലും ചെറിയ വണ്ടിയാണ് അല്ലേ. പക്ഷേ ഇയാൾ ഉപയോഗിക്കുന്നതോ ഒരു ജീപ്പാണ് അല്ലേ. അയാളുടെ മാഹാത്മ്യം, അതായത് ഇപ്പോൾ ഒരു സൈക്കിളിൽ വന്നിട്ട് നിനക്ക് തല്ല് കൊല്ലാൻ വേണ്ടി ഇഷ്ടമുണ്ടെങ്കിൽ ബാക്കിൽ കയറിക്കോ എന്ന് പറഞ്ഞാൽ അവൾ കയറുമോ? വേണ്ട, ഞാൻ സെന്നിലിരുന്നോളാം എന്നേ പറയുന്നത് ഇല്ലേ. അതായത് അവിടെ ആണത്തം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ആ ആണത്തത്തിൻ്റെ അതെന്ന് വെച്ചാൽ അങ്ങനൊരു പ്രോഡക്റ്റുകൾ അങ്ങനെ തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. കരുത്തും ആണുങ്ങൾക്കാണ് കരുത്തുള്ളതെന്നും അല്ലേ. ഇപ്പം ഡ്രൈവ് ചെയ്യാൻ വലിയ വലിയ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ആണുങ്ങൾക്കാണ് സാധിക്കുന്നത് എന്നാണ്. ഡ്രൈവിങ് ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് നമുക്കറിയാം. ആരോടിച്ചാലും അതെന്ത് ചെയ്യും അല്ലേ. ചന്ദ്രക്കാരൻ പറയുന്ന കണക്ക് ഞാൻ ഭരിച്ചാൽ വരുമോ എന്ന് ചോദിക്കുന്ന ഏത് വണ്ടി ഓടിച്ചാലും ആരും എന്ത് ചെയ്യും, അത് വണ്ടിയുടെ വലിപ്പവും ഓടിക്കുന്നവരുടെ ശക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് വേറൊരു വിഷയം. അങ്ങനെ ഒരു ഇതുമില്ല അല്ലേ. ആര് വണ്ടി ഓടിച്ചാലും ഓടും. പക്ഷേ അതിനെ അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു ഫെമിനിസം എന്ന് പറയുന്നത് കച്ചവടത്തിന് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ? നിങ്ങൾ ഇത്രയും കാലം ഫ്രണ്ടിലല്ലേ ബാക്കിലല്ലേ ഇരുന്ന് സഞ്ചരിച്ചത്, അങ്ങനെ പോയാൽ മതിയോ? നിങ്ങൾ ഫ്രണ്ടിൽ എന്ത് ചെയ്യുക, എന്നെ ബാക്ക് അല്ലേ, നിങ്ങൾ ഫ്രണ്ടിലിരിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് ആരാണ്? ഏതെങ്കിലും ഫെമിനിസ്റ്റുകളാണോ ചോദിക്കുന്നത്? അല്ല, പരസ്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സ്ത്രീ സ്വാതന്ത്ര്യം, അപ്പോൾ ഇന്ദുലേഖ ഹെയർ ഓയിലൊക്കെ കണ്ടിട്ടില്ലേ ഇല്ലേ. നമ്മളതായത് ബോൾഡായിട്ടുള്ള സ്ത്രീകളുടെ മുടി എന്തായിരിക്കും, പ്രത്യേക രീതിയിലായിരിക്കും എന്നതാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറുക്കായിട്ടുള്ള മുടി സ്ട്രൈറ്റ് ആക്കും, സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടി കുറുക്കയാക്കും അല്ലേ. അപ്പോൾ ആ മുടിയിലാണ് അല്ലേ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു മിത്ത്. അത് സ്ത്രീയെ സംബന്ധിച്ചുണ്ടാക്കുന്ന മിത്താണ് അല്ലേ. നമ്മളിപ്പോൾ വലിയ ആവേശത്തിൽ ഇപ്പോൾ ലൈംഗിക തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഇത് അത്തരം ഒരു മിത്തിൻ്റെ നിർമ്മിതിയിലേക്ക് വേണ്ടിയാണ് അത് പഠിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് അല്ലേ, വിൽപ്പനയ്ക്കുള്ള ഒരു വസ്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ട് ഇന്ദുലേഖയെ പ്രതിഷ്ഠിക്കുകയും ഇന്ദുലേഖ ഹെയർ ഓയിൽ എന്തായിട്ട് മാറുകയും ചെയ്യും, നമുക്കൊരു സന്തോഷം വരികയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, അതായത് നേരത്തെ നമ്മൾ ഹനുമാൻ ആർക്കിടൈപ്പായിട്ട് വരുന്ന ഈ ശാരീരിക ക്ഷമതയുള്ള ആ മാതൃക എന്ന് പറയുന്നത് ദേവിയാണെങ്കിൽ, രണ്ടാമത്തതിൽ വരുന്ന ഈ രാമൻ ആർക്കിടൈപ്പായിട്ട് വരുന്ന, അതുപോലെ തന്നെ മമ്മൂട്ടി ആർക്കിടൈപ്പായിട്ടൊക്കെ വരുന്ന അതിൻ്റെ ഒരു പതിവ്രത കുലസ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ ഇപ്പുറത്ത് വരുന്നത് ഈ വേശ്യ, ലൈംഗിക തൊഴിലാളി, ഇങ്ങനെ വരുന്ന ആർക്കിടൈപ്പുകളെ ഗ്ലോറിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വിപ്ലവം എന്നുള്ള രീതിയിൽ പണ്ടും ഇപ്പോഴും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ദേവദാസികൾ അങ്ങനെയൊക്കെ പറയുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്തെടുക്കുമ്പോൾ അതൊരു പ്രോഡക്റ്റായിട്ട് മാറും. അവിടെ ജോലി ചെയ്യുന്ന ആൾ അവിടെ പ്രസക്തമല്ല. ജോലി ചെയ്യുന്ന, അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അതാണ് അല്ലേ. ഇതിൽ ഒഴിവാക്കപ്പെടുന്നത് ഉപകരണങ്ങളുടെ ചരിത്രം, ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്തവർ, അതുപോലെ ഉപകരണങ്ങളുടെ ഉടമ അംഗീകരിക്കും. പക്ഷേ ഉപകരണങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്ന ആൾ, ഞാൻ നേരത്തെ പറഞ്ഞ അയാൾ സൈക്കിളിലായിരിക്കും വരുന്നത്, പക്ഷേ അയാൾ ആണല്ല അല്ലേ. ഇങ്ങനെയുള്ള മാതൃകകൾ ഉണ്ടാക്കിയെടുത്താൽ ഒരു പ്രശ്നം, നമുക്ക് ഭയങ്കരമായിട്ട് അപകർഷബോധം ഉണ്ടാവും സാധാരണ മനുഷ്യന്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉപകരണങ്ങൾ കൊണ്ട് പണി ചെയ്യുന്ന ഒരു വലിയ മനുഷ്യ സമൂഹത്തെയും നമ്മളിന്ന് കാണുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിയെടുത്ത അല്ലേ ചരിത്രത്തെയും നമുക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല, പുരുഷൻ എന്ന് പറയുന്ന ഈ മിത്ത് ഉണ്ടാക്കിയെടുത്താൽ പുരുഷന് തന്നെ അത് എന്തായിട്ട് മാറും, എനിക്കെന്തോ പ്രശ്നമുണ്ടോ എന്ന് തോന്നും അല്ലേ. മോഹൻലാലിൻ്റെയൊക്കെ സിനിമ കണ്ടിട്ട് വരുമ്പോൾ നമുക്കെന്തോ പ്രശ്നമുണ്ട്, ഇവൾ എൻ്റെ അടുത്ത് ഈയിടെ അടുത്ത് സ്നേഹം കുറവാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയും അല്ലേ. നമ്മൾ പണമുള്ളതാണ് ഏറ്റവും മെച്ചപ്പെട്ടത്. എനിക്ക് 15,000 രൂപ ശമ്പളം ഉള്ളതുകൊണ്ടാണ് ഈ ഭാര്യ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നത്. അപ്പോഴാണ് 20,000 രൂപ ശമ്പളമുള്ള ഒരുത്തൻ അപ്പുറത്ത് രണ്ടാമത്തെ നിലയിൽ നിന്ന് ആരെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു. അപ്പം നമുക്ക് സംശയമായി, ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്നെ അനുസരിക്കുന്നതിന് കാരണം ഞാൻ ഉണ്ണാനും എടുക്കാനും കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാനൊരാണാവുന്നത്. അപ്പോൾ എന്നേക്കാൾ ശമ്പളമുള്ള ഒരുത്തൻ അപ്പുറത്ത് മുകളിലത്തെ നിലയിൽ നിന്ന് ഇവളെ നോക്കുന്നു. ഇവളും നോക്കുന്നുണ്ടായിരിക്കും
അല്ലേ? അപ്പം നമുക്ക് വളരെ സംശയം വരും. മോഹൻലാൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. ജീപ്പ് വാങ്ങാൻ എത്ര ലോണ് നമുക്ക് പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? മോഹൻലാൽ ചെയ്ത വേറൊരു സാധനമുണ്ട്. എന്താണത്? കരിക്കിൽ ഇത് മറ്റേ ചേർത്തടിച്ച് അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ ചെയ്ത് ആണാവാം എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ പോയി മദ്യപിച്ച് വീട്ടിൽ വന്ന് ഇവളെ 2 അടി കൊടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ സന്ധ്യയ്ക്ക് വരുമ്പോൾ കുനിച്ച് നിർത്തി ആരെ ഇടിക്കും? ഈ പെണ്ണിനെ ഇടിക്കും. ആ ഇടി കഴിഞ്ഞിട്ട് അവൾ കുനിച്ച് നിർത്തി ആരെ ഇടിക്കും? ഇവനെ ഇടിക്കും. 2 പേരുടെ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങും അല്ലേ? അതാണ് ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഇത് ജീവിതത്തിൽ ഈ മിത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അതാണ്. ഇപ്പോൾ നമ്മൾ പഴയ ഈ കൃതികളൊക്കെ ഇത് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. അതായത് ഇപ്പോൾ നളൻ്റെ തീ മാത്രം എടുക്കാം അല്ല, നളൻ ഉണ്ണാനും ഉടുക്കാനും കൊടുക്കുന്ന എല്ലാ മന്ത്രിമാരോടും വലിയ കൊട്ടാരങ്ങളും ഒക്കെ ഉള്ള ഈ നമ്മൾ പറയുന്ന പുരുഷത്വത്തിൻ്റെ 2ാമത് ആർക്കിടൈപ്പാണത്. ആ പുരുഷത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് ആര്? നളൻ അല്ലേ? നളന് ഭയങ്കര സ്നേഹമാണ് ആരോട്? ദമയന്തിയോട്. വളരെ കഷ്ടപ്പെട്ടാണ് ദമയന്തിയെ വിവാഹം കഴിച്ചത് അല്ലേ? ഒരുപാട് ത്യാഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതാണ്. അങ്ങനെ ഞാൻ നേരത്തെ ഇൻവെർട്ടർ കോമയിൽ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഇല്ലാതാവുന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ നിൽക്കുന്ന, കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു നളനിലാണ് നളചരിത ആട്ടക്കഥയിൽ നമ്മൾ കാണുന്നത് അല്ല. ഈ ഉണ്ണാനും ഉടുക്കാനും കൊടുക്കുന്ന ആളാണ് ഏറ്റവും മഹാനെന്ന് പറയുമ്പോൾ അയാൾ രാജാവാകുന്നു, പുരുഷനാകുന്നു. അയാൾക്ക് ഒന്നുമില്ലാതെ അക്ഷരാർത്ഥത്തിൽ, അതറിയാമല്ലോ നിങ്ങൾക്ക്, അക്ഷരാർത്ഥത്തിൽ ഉണ്ണാനും എടുക്കാനും ഇല്ല. ആഹാരം ഇല്ലാതിരിക്കുമ്പോൾ പക്ഷികൾ നിൽക്കുന്നു. അപ്പോൾ സ്വന്തം നിന്ന ഡ്രസ്സിലല്ലേ ഇറങ്ങിയത്. ആ ഡ്രസ്സ് എടുത്തിട്ട് ആരെ പിടിക്കാൻ വേണ്ടി പോകുന്നു? പക്ഷികൾ പറന്ന് അങ്ങ് പോകുന്നു. അവസാനം ഒരു ഡ്രസ്സും ഇല്ലാതെ നിൽക്കുന്ന അത് അവതരിപ്പിക്കാനാണ് കൃതികൾ. അതുകൊണ്ടാണ് അതൊരു വലിയ ശക്തമായ കൃതിയായിട്ട് മാറുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒന്നും ഇല്ലാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭയങ്കര സ്നേഹത്തിന് എന്ത് സംഭവിക്കും എന്ന് അന്വേഷിക്കുകയാണ് എഴുത്തുകാർ ചെയ്യുന്നത് അല്ല. ഈ ആണത്തത്തിൻ്റെ ദുരന്തമാണ് നമ്മൾ കാണുന്നത്. എന്ത് ചെയ്തു? നളം പറഞ്ഞ് ഇതുവഴി ഈ കാട്ടിലൂടെ ഇതുവഴി നടന്നു പോയാൽ അപ്പുറത്ത് റോഡ് കാണും. ആ റോഡ് ക്രോസ് ചെയ്ത് പോയാൽ നിൻ്റെ രാജ്യത്തെത്തും എന്ന് വെച്ചാൽ നീ എത്തി വീട്ടിൽ പോടെ എന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞ ആൾ കാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇയാൾക്കിപ്പോൾ അങ്ങനെ വീട്ടിൽ പോകാൻ പറയേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം ഞാൻ ഉണ്ണാനും ഉടുക്കാനും കൊടുക്കുന്നു, ഞാൻ രാജാവാണ്, അങ്ങനെയുള്ളൊരു പുരുഷനാണ് എന്ന് പറയുന്ന ആ ഒരു മിത്താണ് അയാളെ കൊണ്ട് ആ കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്. ആ കോംപ്ലക്സിൻ്റെ രൂപത്തെയാണ് കലി എന്ന് വിളിക്കുന്നത്. ആ ഒരു കോംപ്ലക്സാണ് ആരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്, ഇത് പറയിക്കുന്നത്, നളനെ കൊണ്ട് ഈ പറയിക്കുന്നത്. അപ്പോൾ ദമയന്തി പറഞ്ഞാൽ അതെന്തിനു പോകണം? നമുക്കിവിടെ കഴിയാമല്ലോ അല്ലേ? നമ്മളെ കാട്ടാളം പറയുന്ന കണക്ക് കാട്ടിലൊക്കെ നല്ല രസമായിട്ട് താമസിക്കാമല്ലോ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നളൻ എന്ത് ചെയ്തില്ല? ഉറക്കം വന്നില്ല. അന്ന് രാത്രി ഉറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അന്ന് സാരി വേഷമാണ്. സാരിക്ക് എത്ര മീറ്റർ ഉണ്ട്? 5 മീറ്റർ ഉണ്ട്. 1 മീറ്റർ മുറിച്ചെടുത്ത് ആരെടുത്തുകൊണ്ട് പോയി? നളൻ എടുത്തുകൊണ്ട് സ്ഥലം വിട്ട്. ദമയന്തി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ആരുമില്ല. അപ്പോൾ ദമയന്തി വിചാരിക്കുന്നത് എന്താണ്? പണ്ട് പ്രമദവനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒളിച്ച് കളിച്ച പോലെ ഇവിടെ കളിക്കുകയാണെന്നാണ് വിചാരിച്ചത്. ആദ്യമൊക്കെ നോക്കി കാണാനില്ല. പിന്നെ മനസ്സിലായി, സാരിയൊക്കെ പോയി, എല്ലാം പോയി, കാര്യം മനസ്സിലായി അല്ലേ? അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമുക്ക് അർദ്ധരാത്രി 2 മണിക്ക് ഈ പറയുന്ന ഇഷ്ടപ്പെട്ട ഭാര്യയെ അല്ലെങ്കിൽ കാമുകിയെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളിനെ ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും. ഏത് കാരണം? ഈ പറയുന്ന മിത്ത് പ്രവർത്തിക്കുന്നതാണ് അല്ലെ? ആണത്തം എന്ന് പറയുന്ന മിത്താണ് അല്ലെ? എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള, ഞാൻ പറഞ്ഞതാണ്, ഇത്തരം കോംപ്ലക്സുകൾ ഉണ്ടാക്കുകയും ഈ ഉപകരണങ്ങളുടെ ചരിത്രത്തെ ഒഴിവാക്കുകയും ഈ പറയുന്ന ഉപകരണങ്ങൾ കൊണ്ട് മണ്ണിൽ പണിയെടുത്തോ അല്ലെങ്കിൽ മണ്ണിലോ എവിടെയോ പണിയെടുത്തോ അല്ലെങ്കിൽ നമ്മൾ ബൗദ്ധികമായ പണിയെടുത്തോ ചെയ്യുന്ന എല്ലാ ചരിത്രത്തെയും ഒഴിവാക്കാനാണ് ഇത്തരം മിത്തുകൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ആവർത്തിച്ചിട്ടുള്ള ആഖ്യാനങ്ങളാണ് നമ്മൾ സിനിമകളിലും സാഹിത്യം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, സാഹിത്യത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. സാഹിത്യത്തിൽ നമ്മളിത് കാണുന്നത് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.